ഇന്ത്യൻ താരം വനിതാ ക്രിക്കറ്റിലേക്ക് മുന്നേറിയ ആദ്യ മലയാളി വനിത മിന്നു മണി ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നു. മിന്നു, ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തിൻ്റെ നിമിഷമാണ്. പ്രത്യേകിച്ച് താങ്കൾ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരല്പം സ്പെഷ്യലാണ് ഈ മൊമെന്റ്. അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. വളരെയധികം സന്തോഷമുണ്ട്. എത്രമാത്രം എക്സൈറ്റഡ് ആയിട്ടാണ് ഈ മാച്ച് കണ്ടുകൊണ്ടിരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം പക്ഷെ സെമി ഫൈനല് ജയിച്ച് കഴിഞ്ഞ അന്ന് മുതൽ തന്നെ ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു ഇന്ത്യ എന്തായാലും കപ്പടിക്കും എന്നുള്ളത്. ഫൈനലി അത് സംഭവിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഷഫാലിയുടെ പ്രകടനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കിട്ടിയ ഒരു അവസരം എങ്ങനെയാണ് മുതലെടുത്തത് അല്ലെങ്കിൽ മുതലാക്കിയത് എന്ന് നമ്മൾ കണ്ടിരുന്നതാണ്. 87 റൺസ്, 2 വിക്കറ്റ്. ശരിക്കും നെഞ്ചെടുപ്പേറ്റുന്ന നിമിഷങ്ങളായിരുന്നു ഓരോന്നും. തീർച്ചയായിട്ടും ഷെഫാലിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളെ ഒരുമിച്ച് ഇപ്പൊ ഡൊമസ്റ്റിക് മാച്ചസ് ഒക്കെ കളിച്ചിട്ട് ആണ് ആള് ഇന്ത്യൻ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോയത്. നമ്മുടെ മാച്ചസ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ നല്ല രീതിയിൽ ആള് ഫോമിൽ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ആളെയാണ് പ്രതികയ്ക്ക് പകരം എടുത്തതെന്ന് അറിഞ്ഞപ്പോഴും വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരേ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കുന്നവരാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ അതുപോലെ തന്നെ അമൻജോതിന്റെ ഫീൽഡിങ്ങിനെ കുറിച്ചും 2 വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും അമൻജോത് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. അപ്പൊ മുതലേ ആള് ഇങ്ങനെ തന്നെയാണ്. അതായത് നല്ല ബ്രില്യൻ ഫീൽഡറാണ്. തീർച്ചയായിട്ടും ഏതൊരു സിറ്റുവേഷനിലും ക്യാച്ചസ് ആയിക്കോട്ടെ, റൺഔട്ട്സ് ആയിക്കോട്ടെ, ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു ആളായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് കണ്ടതും. ആ ഒരു ബുൾസൈ ത്രോ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന തസ്മിൻ ബ്രിഡ്സിനെ പുറത്താക്കിയത് അതായിരിക്കും ഒരുപക്ഷെ ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പലരും വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ, ഒരു ഫസ്റ്റ് വിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ തന്നെ ആണെങ്കിലും മാച്ചസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരാധകരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റത്തെ ഒരു വിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു റൺഔട്ട് അമൻജോതിലൂടെ വന്നതിൽ വളരെയധികം ഒരു സന്തോഷം. മിന്നു ഇപ്പൊ എവിടെയാണ്? നാട്ടിലാണോ ഉള്ളത് അതോ? ഞാൻ നാട്ടിലോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ട്രാവലിംഗ് ആണ് ആക്ച്വലി. അപ്പോ മത്സരം എങ്ങനെയാ, ഫോണിലാണോ? അതെ. ഓക്കെ, എന്തായാലും ഒരു ട്രാവലിംഗ് സമയത്ത് ആഘോഷം ശരിക്കും പൂർണ്ണാവസ്ഥയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതെ, തീർച്ചയായിട്ടും. ഇനി നാട്ടിൽ വന്ന് ബാക്കി ആഘോഷം. അതെ. ഓക്കെ, എന്തായാലും നന്ദി മിന്നു. മിന്നുവിനും വളരെ അഭിമാനിക്കാവുന്ന നിമിഷമാണ്. കേരളത്തിന്റെ അഭിമാന താരം മിന്നുമണി ഇന്ത്യൻ ടീമിലെത്തുന്ന ആദ്യ മലയാളി വനിത. ആ ഒരു ചരിത്ര നിമിഷത്തിന്റെ കൂടെ ഭാഗമാവുകയാണ്. നമുക്കൊപ്പം 24-നൊപ്പം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.